Fuckers, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എ ജേർണി ത്രൂ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് മിസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. വെള്ളം കുടിക്കാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. വാട്ടർ ഇസ് വെരി വെരി എസെൻഷ്യൽ ആണ്. അപ്പോൾ വെള്ളത്തിൻ്റെ എത്ര സ്റ്റേറ്റുകൾ നിങ്ങൾക്കറിയാം? എങ്ങനെയൊക്കെയാണ് വെള്ളം കാണുക? വെള്ളം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്, ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ, ദ്രാവകാവസ്ഥ. എന്നാ അതിനെ ഞാൻ പിടിച്ചിട്ട് ഫ്രിഡ്ജ് കൊണ്ടു വെച്ചാൽ അത് ഐസായിട്ട് മാറി, അത് സോളിഡ് സ്റ്റേറ്റാ. ഇനി ആ വെള്ളത്തിനെ ഞാനെടുത്ത് ചൂടാക്കി, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റാ. അപ്പൊ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞ 3 സ്റ്റേറ്റിലും നിൽക്കാനുള്ള കഴിവുള്ള ഒരാളാണ് നമ്മുടെ വെള്ളം. ഇതാണ്ടോ, ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് വെച്ചാൽ ഇവൻ ആരായി? സോളിഡ് സ്റ്റേറ്റ് ആയി. അതേ സാധനം ഞാൻ ആ ഐസ് എടുത്തിട്ട് നേരെ പുറത്ത് കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറി, അപ്പൊ അത് ലിക്വിഡ് സ്റ്റേറ്റ് ആയി. ഇനി ആ വെള്ളത്തിനെ ഞാൻ എടുത്ത് ചൂടാക്കിയാലോ, അത് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയി അല്ലേ. അപ്പൊ ഈ 3 സ്റ്റേറ്റിലും കാണുന്ന ഒരാളാണ് വാട്ടർ. അപ്പൊ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ്. റിറ്റെയിൻ ദ ഷേപ്പ് ഇറസ്പെക്റ്റീവ് ഓഫ് കണ്ടെയ്നർ ഇൻ വിച്ച് ദ പ്ലേസ്ഡ് വിത്തിൻ വൈൽ വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ഞാൻ എന്തിലാണോ ആ വെള്ളം എടുത്ത് വെച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഐസായിട്ട് അത് കിട്ടും അല്ലേ. സോ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിന് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ സോളിഡ് എന്ന് പറഞ്ഞ ഒരു കട്ടയായിട്ട് നിൽക്കുന്ന സാധനം. മിസ്സിൻ്റെ ഈ ഒരു പെന്ന്, ഈ ഒരു ഫോൺ, അതൊക്കെ സോളിഡ് സ്റ്റേറ്റ് ആണ്. അത് ഈ സ്ഥാനത്ത് വെള്ളം കുടിക്കുന്ന വെള്ളം എങ്ങനെയാടാ? അതിങ്ങനെ ഒഴുകി നടക്കും, ഫ്ലോ ചെയ്യാൻ കഴിവുള്ള ആളാ അല്ലേ. സോ വാട്ടർ എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് കറക്റ്റ് ഷേപ്പ് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ് ഷേപ്പ്, ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. അപ്പം ഞാൻ വലിയ അണ്ടാവിലെടുത്താൽ അതിൻ്റെ ഷേപ്പായിരിക്കും, വലിയൊരു കുഞ്ഞ് ബക്കറ്റിലെടുത്താൽ അതിൻ്റെ ഷേപ്പാണ്, ഗ്ലാസ് എടുത്താൽ ഗ്ലാസ്സാ. അപ്പം എന്തിലാണോ എടുത്തത് അതിൻ്റെ ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഡസ് വാട്ടർ ഹാസ് പൊസസീവ് പ്രോപ്പർട്ടീസ് ഓഫ് സ്പ്രെഡ്? യെസ്, വാട്ടർ ഓൾസോ ദ പ്രോപ്പർട്ടി ഓഫ് സ്പ്രെഡ് വൈൽ ടേക്കിംഗ് ദ വോളിയം ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ. അത് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ചോദിച്ചു. യെസ്, വെള്ളത്തിന് ഒഴുകാനുള്ള, ഫ്ലോ ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയോ ആ വെള്ളം ഞാൻ ചൂടാക്കി തിളപ്പിക്കുകയാണെങ്കിലോ അത് ഗ്യാസ് ആയിട്ട് പോവില്ലേ, ഫുള്ള് നീരാവിയായിട്ട് പോവില്ലേ. നിങ്ങൾ വെള്ളം തിളക്കുന്നിടത്തൊന്ന് പോയി മുഖം വെച്ചൊക്കെ ചൂടെടുക്കും. കാരണം എന്താ, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പേഴ്സ് ആണ്, ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലേ. Exits the property spreading out the entire available space. Gas do not possess a fixed shape. Water vapor exit even at a room temperature, though it is invisible to us. അപ്പം നമ്മൾ ഈ വെള്ളം ചൂടാക്കുക പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, അത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് പോവാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ മതി. It presents the air around us. The water that evaporate during the process like drying cloth, mopping floor contribute to the water vapor. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് അത് കൊണ്ടേ പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിയെന്ന് എപ്പോഴാണ് പറയുക? അതിലെ വെള്ളം പുറത്ത് പോയാലാ. ഇപ്പം നമ്മളൊരു വെസൽ വാഷ് ചെയ്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയെന്ന് എപ്പോഴാണ് പറയുക? അതിലെ വെള്ളം പോയാലല്ലേ. അതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് അത് പോവുകയാണെന്ന് അർത്ഥം. അതെന്ത് ചെയ്യാണ്, അതിൽ നിന്ന് ഗ്യാഷ്യസ് ആയിട്ട് പോവുകയാണ്. അതാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് കേട്ടോ. അപ്പം അങ്ങനെ 3 സ്റ്റേറ്റുകളാണ് നമ്മുടെ വാട്ടറിനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. എന്ന് വെച്ചാൽ ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പം മിടുക്കരായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ. അതുവരേക്കും ബൈ ബൈ, സീരിയസ് ബൈ.